ആർഷോ നീ ഞാൻ പറയുന്നത് കേൾക്ക്, നീ എൻ്റെ കൂടെ വാ ആർഷോ. ഉത്സവപ്പറമ്പിൽ തല്ലുണ്ടാക്കിയ മകനെ അച്ഛൻ അനുനയിപ്പിച്ച് വിളിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയല്ല. ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ആക്രമിക്കാനെത്തിയ ഒരു SFI നേതാവിനെ കേരള രാജ്യത്തെ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന കാഴ്ചയാണിത്. യൂത്ത് കോൺഗ്രസുകാരെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പിണറായി വിജയന്റെ പോലീസിന് കുട്ടി സഖാക്കന്മാരെ പേടി. ആ പേടി മുതലെടുത്തുകൊണ്ട് കേരള പോലീസിനെ ചൂണ്ടുവിരലിൽ നിർത്തി വിദ്യാർത്ഥി നേതാക്കൾ വിലസുകയാണ്. സത്യത്തിൽ ഇതൊക്കെ കാണുമ്പോൾ സ്കോട്ട്ലാൻഡ് യാർഡിനോട് ഉപമിക്കപ്പെട്ട ഒരു സേനയെ ഇത്രത്തോളം കോമാളികളാക്കി നിർത്തുന്നവരോട് അമർഷം തോന്നുന്നുണ്ട്. സഖാക്കളുടെ ഏറാൻ മൂളികളായി മാറേണ്ടി വന്ന പോലീസുകാരുടെ ഗതികേട് ലോകത്തെ ഒരു സേനക്കും ഉണ്ടായിട്ടില്ല. സമരങ്ങൾ എക്കാലവും ഇടതുപക്ഷത്തിൻ്റെ കരുത്താണ്. സാധാരണക്കാർക്ക് വേണ്ടി ചെയ്ത സമരങ്ങളിലാണ് ഇന്നും ആ പ്രസ്ഥാനം നിലനിൽക്കുന്നത്. അതൊക്കെ പഴയ കാലമാണ്. ഇത് പിണറായി കാലം. തുടർച്ചയായ രണ്ടാം തവണയും കേരളാഭരണം കിട്ടിയ സഖാക്കന്മാരുടെ ഉന്മാദത്തിന്റെ ബാക്കിപത്രമാണ് ഇപ്പോൾ സംസ്ഥാനത്തുടനീളം നടക്കുന്ന CPMന്റെ ഗുണ്ടാവിളയാട്ടങ്ങൾ. എതിർക്കുന്നവർ ആരാണോ അവരെ കായികമായി കൈകാര്യം ചെയ്യുക എന്ന കിരാത രീതി പിന്തുടരുന്ന പുതിയ കാലഘട്ടത്തിലെ വിഡ്ഢിക്കോമരങ്ങൾ. അവരഴിച്ചുവിടുന്ന ഓരോ ആക്രമണങ്ങളിലും വർഷങ്ങളായി ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അവരുടെ മുൻഗാമികളായ നല്ല കമ്മ്യൂണിസ്റ്റുകാർ കെട്ടിപ്പടുത്ത പ്രസ്ഥാനത്തിന്റെ ഓരോ അടിക്കല്ലും ഇളകിക്കൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിക്കെതിരായ ജനവികാരത്തിന്റെ ഗതി തിരിച്ചുവിടാൻ ഇപ്പോൾ കണ്ടെത്തിയ മാർഗമാണ് ഗവർണർക്കെതിരെയുള്ള സമരം. പരസ്യമായി ഗവർണർക്ക് നേരെ വധഭീഷണി മുഴക്കി SFIക്കാർ ഇപ്പോഴും പുറത്തിറങ്ങി നടക്കുന്നത് കേരള പോലീസിന്റെ പിടിപ്പ് കീഴെന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ഇന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന ഗവർണർക്കെതിരെയുള്ള SFI പ്രതിഷേധ റാലിയിൽ ഭീഷണി ബാനർ ഉയർന്നത്. യൂണിവേഴ്സിറ്റികളിൽ ഗവർണർ വിഷവും പാൻപരാഗും തുപ്പരുതെന്നെഴുതിയ ആ ബാനറിൽ മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നു: CPയെ വെട്ടിയ നാടാണി. ഇത്തരം വില കുറഞ്ഞ ഭീഷണികൾക്കൊന്നും വില വെച്ചു കൊടുക്കുന്നയാളല്ല കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. യൂണിവേഴ്സിറ്റികളിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്ന് SFIയുടെ തിട്ടൂരം മറികടന്നുകൊണ്ട് പിറ്റേ ദിവസം ക്യാമ്പസിൽ താമസത്തിനെത്തിയയാളാണ് അദ്ദേഹം. 6 മണിക്ക് ഗവർണർ വരുന്ന പരിപാടിക്ക് 4 മണിക്ക് സമരം ചെയ്ത് അവസാനിപ്പിച്ച SFIക്ക് തിരിച്ചടികളൊന്നൊന്നായി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ പുറത്തിറങ്ങിയാൽ എങ്ങനെ നേരിടണമെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞ SFIക്ക് മുന്നിലൂടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കോഴിക്കോട് നഗരമധ്യത്തിൽ ഇറങ്ങി നടന്നു കാണിച്ചു. അപ്പോഴും വന്നു ന്യായീകരണം: അത് SFIയുടെ മര്യാദയാണ്. മര്യാദ എന്നതിനേക്കാൾ മുഖ്യമന്ത്രിയേക്കാൾ ഭരണഘടനാപരമായി ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഒതുങ്ങുന്നതല്ലെന്ന് സഖാക്കളിൽ കുറച്ചു പേർക്കെങ്കിലും കേവല ബോധമുണ്ടായതുകൊണ്ടാണ്. എന്തായാലും ആരാണ് യഥാർത്ഥ ഇരട്ടച്ചങ്കൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരീച്ചയ്ക്ക് പോലും കടക്കാൻ സാധിക്കാത്ത സുരക്ഷിതത്വത്തിൽ ആഡംബര ബസ്സിലിരുന്ന് നവകേരള യാത്ര എന്ന പേരിൽ ദൂർത്തയാത്ര നടത്തുന്ന മുഖ്യമന്ത്രിക്ക് മുൻപിലാണ് വെല്ലുവിളിച്ച SFIക്ക് മുന്നിലൂടെ തന്നെ കോഴിക്കോട് നഗരം ചുറ്റാനിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണർക്കെതിരെയുള്ള SFIയുടെ പ്രധാന മുദ്രാവാക്യമാണ് ക്യാമ്പസിൽ പാൻ പരാഗ് തുപ്പരുത് മിസ്റ്റർ ചാൻസലർ എന്നുള്ളത്. ആ ഒരു മുദ്രാവാക്യം തന്നെ ഉത്തരേന്ത്യക്കാരോടുള്ള വംശീയമായ അധിക്ഷേപമാണ്. ഗവർണർ പാൻ മസാല ചവച്ച് തുപ്പുന്നത് കണ്ടവരല്ല ഇവരാരും. ഉത്തരേന്ത്യക്കാരെക്കുറിച്ച് പൊതുവെ മലയാളികൾ ഉപയോഗിക്കുന്ന പരിഹാസങ്ങളിലൊന്നാണ് പാൻ ചവച്ച് തുപ്പുന്നവർ എന്ന്. പൊളിറ്റിക്കലി ഇൻകറക്റ്റായ അത്തരമൊരു മുദ്രാവാക്യം തന്നെ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്കെതിരെ ഉയർത്തുന്നത് SFI നേതൃത്വത്തിന്റെ പക്വതയില്ലായ്മ ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് മാത്രമേ പറയാനാകൂ.